ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ക്രിസ്തുവിനെ വിശ്വസ്തയോടെ അനുഗമിക്കുന്നവരെ കാത്തിരിക്കുന്ന ആത്യന്തികമായ പ്രതിഫലത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും പറയുന്നതിനാൽ ഈ വാക്യം വിശ്വാസികൾക്കുള്ള പ്രത്യാശയുടെയും വാഗ്ദാനത്തിൻ്റെയും ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. 1 പത്രോസിൻ്റെ പുസ്തകം യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് അപ്പോസ്തലൻ എഴുതിയത് ഏഷ്യ മൈനറിലുടനീളം ചിതറിക്കിടക്കുന്ന പീഡിപ്പിക്കപ്പെട്ട ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. കഷ്ടപ്പാടുകൾക്കും പീഡനങ്ങൾക്കുമെതിരെയുള്ള സ്ഥിരോത്സാഹവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഭാവി മഹത്വത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും പ്രത്യാശയുമാണ് കത്തിൻ്റെ മുഴുവൻ പ്രധാന വിഷയം. ഈ പ്രത്യേക വാക്യത്തിൽ പത്രോസ് സഭയുടെ നേതാക്കളെയും മൂപ്പന്മാരെയും അഭിസംബോധന ചെയ്യുന്നു. അവൻ യേശുവിനെ മുഖ്യ ഇടയൻ എന്ന് പരാമർശിക്കുകയാണ്. അത് സഭയുടെ ആത്യന്തിക അധികാരവും നേതാവുമായ യേശുവിൻ്റെ പങ്കിനെ വളരെ വ്യക്തമാക്കുന്നു. ഈ തലക്കെട്ട് ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ നേതൃത്വപരമായ ഉത്തരവാദിത്വങ്ങൾ ആത്യന്തികമായി സഭയുടെ യഥാർത്ഥ ഇടയനായ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണെന്ന് പത്രോസ് മൂപ്പന്മാരെ ഓർമ്മിപ്പിക്കുന്നു. അവതരിക്കും എന്ന പ്രയോഗം ക്രിസ്തുവിൻ്റെ 2ാം വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ മഹത്വത്തിൽ മടങ്ങി വരുമ്പോൾ ഈ സംഭവം ക്രിസ്ത്യൻ എസ്കറ്റോളജിയിലെ ഒരു കേന്ദ്ര വിശ്വാസമാണ്. ഇത് വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെയും നന്മയുടെയും ഉറവിടമാണ്. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന ആശയം പുതിയ നിയമത്തിലുടനീളം ആവർത്തിച്ചുള്ള ഒരു വിഷയമാണ്. അത് വിശ്വസ്തവും അനുസരണയുമുള്ളതായ ജീവിതം നയിക്കുന്നതിനുള്ള ശക്തമായ പ്രേരണയായി പ്രവർത്തിക്കുന്നു. മങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം നിങ്ങൾ പ്രാപിക്കുമെന്ന വാഗ്ദത്തം പ്രതീകാത്മകതയും പ്രാധാന്യവും കൊണ്ട് സമ്പന്നമാണ്. പുരാതന ലോകത്ത് കിരീടങ്ങൾ വിജയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭരണത്തിൻ്റെയും പ്രതീകമായിരുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ശാശ്വതമായ പ്രതിഫലത്തെയും അനുഗ്രഹത്തെയും പ്രതിനിധീകരിക്കാൻ പത്രോസ് ഒരു കിരീടത്തിൻ്റെ ഇമേജറി ഇവിടെ ഉപയോഗിക്കുകയാണ്. മഹത്വത്തിൻ്റെ കിരീടം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് പ്രതിഫലം വാങ്ങിയ മൂല്യവും ബഹുമാനമുള്ള ഒന്നായിരിക്കുമെന്നും അത് ഭൗമിക സമ്പത്തിനെയോ അംഗീകാരങ്ങളെയോ മറികടക്കുന്നതാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിധികൾ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചും ലോകം വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം സ്വീകരിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള അവരുടെ ഭാവി മഹത്വം ഏതെങ്കിലും താൽക്കാലിക ബുദ്ധിമുട്ടുകളേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന് അറിയുന്ന വിശ്വാസികൾക്ക് ഇന്നത്തെ കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കുവാനുള്ള ശക്തമായ പ്രോത്സാഹനമായി ഈ വാഗ്ദാനം പ്രവർത്തിക്കുന്നു. മങ്ങിപ്പോകാത്തത് എന്ന പ്രയോഗം ഈ പ്രതിഫലത്തിൻ്റെ ശാശ്വത സ്വഭാവത്തെ നമുക്ക് കാണിച്ചു തരുന്നു. ജീർണതയ്ക്കും അനശ്വരതയ്ക്കും വിധേയമായ ഭൗമിക കിരീടങ്ങളിൽ നിന്നും ബഹുമതികളിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്തു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്ത മഹത്വത്തിൻ്റെ കിരീടത്തിന് അതിൻ്റെ മഹത്വമോ മൂല്യമോ ഒരിക്കലും നഷ്ടപ്പെടില്ല. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാറ്റമില്ലാത്തതും നിലനിൽക്കുന്നതുമായ സ്വഭാവമാണ് എന്ന് ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം
ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസികൾക്ക് കണ്ടെത്താനാകുന്ന പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും ഉഗ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിനെ വിശ്വസ്തയോടെ അനുഗമിക്കുന്നവരെ കാത്തിരിക്കുന്ന ആത്യന്തിക വിജയത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ഇത് നമ്മോട് പറയുന്നു. കൂടാതെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന വിശ്വാസികൾക്ക് ഇത് ശക്തിയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായി ചലിക്കുകയാണ്. ഈ വാക്യം ഇന്നും ക്രിസ്ത്യാനികളെ പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവരുടെ പ്രധാന ഇടയനായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അവരെ കാത്തിരിക്കുന്ന ഭാവി മഹത്വത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.